ഒരാളും പൂർണ്ണരാവുകയില്ല. സ്നാനം, വിലേപനം, കുസുമം, പൂക്കൾ ധാരാളം ധരിച്ചത് കൊണ്ടും നമ്മൾ പൂർണ്ണരാവുകയില്ല. അതുകൊണ്ട് നാളെ മുതൽ പൂ വേണ്ട എന്നോ കുളി വേണ്ട എന്നോ ചന്ദനമിടണ്ട എന്നോ ലേപനം പൂശണ്ട എന്നോ ഒന്നുമല്ല പറഞ്ഞത്. അതൊക്കെ ധരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ട് എല്ലാം ആയി എന്നുള്ളത്. മണമൊക്കെ കുറച്ചുകൂടി പോരട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ കൂടുതൽ പൂശുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളുക അതുകൊണ്ടൊന്നും നമ്മൾ പൂർണ്ണരാവുകയില്ല. സ്നാനം, വിലേപനം, കുസുമം, അലങ്കൃത മൂർധജ, മുടി പല രൂപത്തിൽ അലങ്കരിച്ചു വെച്ചത് കൊണ്ടും പൂക്കൾ ചൂടിയത് കൊണ്ടും നമ്മൾ സമ്പൂർണ്ണരാവുകയില്ല. പിന്നെന്താ പറഞ്ഞത്? അലങ്കൃത മൂർധജ വാണ്യേകാ സമലം കരോതി പുരുഷം യാ സംസ്കൃതാധാര്യതേ ക്ഷീയന്തേ ഖലു ഭൂഷണാനി സതതം. വാഗ്ഭൂഷണം, ഭൂഷണം. ഒരു മനുഷ്യൻ അവനെ പൂർണ്ണനാക്കുന്ന ആഭരണം എന്ന് പറയുന്നത് വാണ്യേകാ സമലം കരോതി പുരുഷം. ഒരു മനുഷ്യനെ സമനായി അലങ്കരിക്കുന്നത് വാണിയാണ്. എന്താണെന്ന് പറഞ്ഞത്? വാണി, വാക്കുകളാണ് എന്ന് നാം തിരിച്ചറിയും. അപ്പോൾ നമ്മളിൽ നിന്ന് നിർഗളിക്കുന്ന വാണിയാണ്, വാക്കുകളാണ് നമ്മുടെ ഏറ്റവും വലിയ ആഭരണം എന്ന് തിരിച്ചറിയും. വണ്യേക സമലം കരോതി പുരുഷൻ. നമ്മളെ സമന്മാരായി അലങ്കരിക്കുന്നത് ആ വാണിയാണ്, വാക്കുകളാണ്. നമ്മുടെ വാക്കുകൾക്ക് മോശം വന്നാൽ, പിഴവ് വന്നാൽ, ആ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് ആ ദുഃഖമുണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് വ്യഥയുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ വാക്കുകൾ മാറിയാൽ അത് നമുക്ക് ദുഃഖകരം, നമുക്കും അത് മോശമാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് അത് നമ്മളെ ഏറ്റവും മലീമസമാക്കും.